ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റുണ്ട്. എഴുന്നേറ്റത് ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ ലേറ്റായിട്ട് എഴുന്നേറ്റ്. ഇന്നലെ ഇതായത് കാരണം നമ്മളെല്ലാം ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ് നല്ല തണുപ്പ്, അടിപൊളി തണുപ്പാണ് കേട്ടോ. പക്ഷേ ഇവിടെ വലിയ പോകൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇവരെല്ലാവരും ഇവിടെ സ്വന്തമായിട്ട് കൃഷിയാണ് കേട്ടോ. ഓരോരുത്തർ ഏറി തിരിച്ച് ഇവിടെ കൃഷി ചെയ്തേക്കാണ് കേട്ടോ. ഇവരെല്ലാവരും അവരുടെ വീട് അവർക്ക് ആവശ്യമായ ഫുള്ള് കൃഷിയാണ് ഉണ്ട്. ഇത് കടുക്, വെളുത്തുള്ളി, ഉള്ളി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അവർ കൃഷി ചെയ്ത് വെക്കുന്നത്. ഫുള്ള് കേത്തിയുടെ സ്ഥലമാണിത്. ഇതെല്ലാം ഇവരുടെ ഏരിയ കണ്ടോ. ഹായ്, ഇവിടെ ഞങ്ങൾക്കൊരു ഇവിടെ 2 കുട്ടികളുണ്ട്. ഹായ് ഹായ്. പിന്നെ ഞങ്ങൾ കുളിച്ചു റെഡിയായി നേരെ താഴെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ പോയി കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് അവരുടെ വീട് ഇങ്ങനെയാണ് കേട്ടോ. അവർ കിച്ചൺ സെപ്പറേറ്റാണ് അവർക്ക്. നമ്മളൊക്കെ വീട്ടിനകത്തല്ല, സെപ്പറേറ്റാണ് കിച്ചൺ. ഇത് അവരുടെ വീടിൻ്റെ അടുത്തൊക്കെ മണ്ണ് വെച്ചിട്ടാണ് വീട് ഫുള്ളുണ്ട്. നമ്മുടെ പണ്ടത്തെ കണക്ക് ഫുള്ള് മണ്ണ് വെച്ചിട്ടുള്ള വീടാണ്. നല്ല ഇതാണെന്നാണ് അവർ പറയുന്നത്. ചൂട് സമയത്ത് തണുപ്പ് സമയത്ത് ചൂട്, അങ്ങനെയുള്ളൊരു കാലാവസ്ഥ. പിന്നെ ഞങ്ങളെല്ലാവരുമാണ് പോയത്. ഞങ്ങൾ പഞ്ചാബിൽ നിന്ന് വന്ന എല്ലാവരും, പിന്നെ ആ കൊച്ചിൻ്റെ ചേട്ടത്തി ഉണ്ടായിരുന്നു, 2 മക്കളും, ഞങ്ങളെല്ലാവരും കൂടെ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഈ ഒരു മഞ്ഞുമലയുടെ അടുത്താണ് പോയത്. പക്ഷേ ഞങ്ങൾക്കവിടെ പോകാൻ പറ്റിയില്ല. പോകുന്ന സമയത്ത്, അവിടെ ചെന്ന സമയത്ത്, ഞങ്ങൾ താഴെ വരുന്ന സമയത്ത് അവർ പറയുന്നുണ്ടായിരുന്നു കയറിപ്പോകാൻ പറ്റത്തില്ല. പിന്നെ ഫുള്ള് മഞ്ഞുരി, ഇപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു, മഞ്ഞിതപ്പോൾ ഞങ്ങൾക്ക് കയറിപ്പോകാൻ പറ്റിയില്ല. ഞങ്ങളങ്ങനെ അവിടെ തൊട്ട് താഴത്തിന് ഈ ടിബറ്റുകാരുടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ അമ്പലത്തിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ പോയത്. ആ പോകുന്ന വഴിക്ക് ഫുള്ള് ആ ഒരു പോകിൻ്റെ ആ ഒരു ഇത് കാണുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേരിലുള്ള ട്രെയിനാണത് കേട്ടോ. സ്ഥലത്തിൻ്റെ പേരിൽ തന്നെയാണ് ആ ട്രെയിനും ഓടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ആ ട്രെയിനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ട്രെയിനിൽ കയറാൻ പൈസ കൊടുക്കണ്ട, ഫ്രീ ആണ്. എവിടെ വേണമെങ്കിലും അതിനകത്ത് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. അതാണ് ആ ഒരു ട്രെയിനിൻ്റെ പ്രത്യേകത. പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ടാണ് പോകുന്നത് കേട്ടോ. അമ്പലത്തിൽ പോകുന്ന വഴിക്ക് എല്ലാം ഈ സ്നോ കാണുന്നുണ്ട്. അപ്പം മക്കളെല്ലാവരും അങ്ങോട്ട് പോകാനുള്ള കാര്യം എനിക്കും ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഞങ്ങളോട് ചെന്നിട്ട് പോകാൻ പറ്റിയില്ല. നല്ല വെയിലുണ്ടായിരുന്നു. അത് മാത്രമല്ല അവിടെ ആക്സിഡൻറ്റ് എന്തോ ഉണ്ടായെന്ന് പറഞ്ഞിട്ട്, 2 വണ്ടി എന്തോ ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. ഇപ്പം തന്നെ സമയം 5 മണി ആയതേ ഉള്ളെങ്കിലും നല്ല ഇരുട്ടായി കേട്ടോ. അവിടെ ഇവിടെ അടുത്തടുത്ത് ഇങ്ങനെ മലയുടെ മേളി വീട് വെച്ചിട്ട് ഇങ്ങനെ കൂടുതൽ ഇവിടെ ടിബറ്റിലെ ഈ ആൾക്കാരുടെ സ്റ്റേ ആണ് കേട്ടോ. ഇഷ്ടം പോലെ ടിബറ്റുകാരുണ്ട്. അപ്പം ഇതാണ് അമ്പലം. ഈ അമ്പലത്തിനല്ല അവിടെ പ്രത്യേകത. അവിടെ ഒരു കുളം പോലുള്ളൊരു സംഭവമുണ്ട്. അവിടെയാണ് ഇവർ ഈ പൂജ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കൂടുതൽ ടിബറ്റുകാരുടെ ഒരു സ്ഥലമുള്ളത്. പിന്നെ ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. വളയുടെയും മാലയുടെ ഒക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ അതൊക്കെ കയറി കുറേ കണ്ടു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ടിബറ്റുകാരുടെ ഇവർ എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും അവർ മാത്രം കുറച്ച് പേര് കൂടിയിട്ട് ഒരു ഡാൻസ് കളിയും കേട്ടോ. അതൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ തിരിച്ചു. അവിടെ നിന്ന് വരുന്ന വഴിക്കുള്ള ലൈറ്റ് സെറ്റിംഗ് ആണ് അത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ്. പിന്നെ ഞങ്ങൾ നേരെ വന്നത് വീണ്ടും അവരുടെ ആ കൊച്ചിൻ്റെ തന്നെ വേറെ ചേട്ടത്തിയുടെ വീട്ടിലാണ്. പിന്നെ ഞങ്ങളെല്ലാവരോടൊക്കെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യുകയാണ്. എന്നിട്ട് നാളെ ഇവിടെ നിന്നാണ് ഞങ്ങളുടെ യാത്ര. ഇവിടെയും പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇവരുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് 6 മണി 7 മണിയാകുമ്പോഴേ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവർ നേരത്തെ കിടന്നുറങ്ങും. പിന്നെ ഇന്ന് ഞങ്ങൾ വരുന്നതുകൊണ്ട് മാത്രമേ ഇവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു കേട്ടോ. അമ്മയും അച്ഛനെയൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല. അപ്പോൾ ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്.